بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട ഹഫാദുകൾ, മുതഅല്ലിമീങ്ങൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കി ഇൽമു പഠിക്കാൻ സന്നദ്ധരായ മുതഅല്ലിമീങ്ങൾക്ക് ഖുർആൻ ഹൃദ്യസ്ഥമാക്കാൻ ആവശ്യമായ സ്റ്റഡി നൽകുന്ന ഹാഫിളീങ്ങളായ ആലിമീങ്ങളെ വാർത്തെടുക്കുന്ന വളരെയേറെ സന്തോഷം ഹൃദയത്തിന് നൽകുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് നമ്മളിവിടെ ആരംഭിക്കുന്നതും നേരത്തെ ആരംഭിച്ച് പല സ്ഥലങ്ങളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇടപെടുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ. അൽഹംദുലില്ലാഹ്, അതൊരു വലിയ നിഅമത്താണ്. ഈ നിഅമത്തിന് എത്രയും ശുക്ർ ചെയ്യാൻ നമ്മൾ സന്നദ്ധരാകണം. ഇൻഷാ അല്ലാഹ്, നാം നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ പുതിയ വിദ്യാർത്ഥികൾക്ക് ഹിഫ്ളുൽ ഖുർആൻ ഉദ്ദേശിച്ചു കൊണ്ടുവന്ന വിദ്യാർത്ഥികൾക്ക് പഠനം ആരംഭിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ മഖ്സൂദ്, പ്രധാന ഉദ്ദേശം. അതുകൊണ്ട് ആദ്യമായി അവർക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊടുത്തുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. എല്ലാവരും കൂടി എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഫാത്തിഹ ഓരോ ആയത്തുകളും ഓതിക്കഴിയുമ്പോൾ എല്ലാവരും ഓരോ ആയത്തുകൾ ഓതി എല്ലാവരും കൂടി ഉദ്ഘാടനം ഞാൻ മാത്രമാക്കണ്ട. അങ്ങനെ ഒരു നല്ല ബർക്കത്തുള്ള ഉദ്ഘാടനമായി അള്ളാഹു ഇത് നമുക്ക് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إن هذا القرآن يهدي للتي هي أقوم
ഏറ്റവും ബൃഹത്തായ മഹത്തായ ഏറ്റവും ക്ലിയറായ ഋജുവായ വഴിയിലേക്ക് ഏത് മനുഷ്യരെയും ജിന്നുകളെയും വഴിതിരിക്കുന്ന മഹത്തായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. പരിശുദ്ധ ഖുർആൻ നമ്മളൊരു പർവ്വതത്തിൻ്റെ മേൽ ഇറക്കുന്നുവെങ്കിൽ ആ പർവ്വതം പൊട്ടിപ്പിളരുന്നതായി കണ്ടേക്കും. അത്രയും വലിയ ശക്തിയുള്ള പവറുള്ള അത്രയും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഒരു കാലത്ത് കേവലം ഒരു റൗഡിയായി ജീവിച്ചിരുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ചുരുങ്ങിയ സമയം കൊണ്ട് ഔലിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരായ അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെ സ്ഥാനത്ത് സാധാരണ മലക്കുകളെക്കാൾ പവറുള്ള ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കും എന്നത് അവൻ ഏറ്റെടുത്ത കാര്യമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അങ്ങനെ ഖുർആനിനെ നമ്മൾ സംരക്ഷിക്കും എന്ന് അല്ലാഹു ഏറ്റെടുത്തപ്പോൾ ആ സംരക്ഷണം എങ്ങനെയാണ്? അത് ഖുർആൻ നന്നായി പഠിച്ച, ഖുർആന്റെ ആശയങ്ങൾ നന്നായി ഗ്രഹിച്ച ആലിമീങ്ങളിലൂടെയാണ് ഖുർആനിന്റെ സംരക്ഷണം അല്ലാഹു തആല നടപ്പാക്കുന്നത്. ആലിമീങ്ങൾ എന്ന് പറയുമ്പോൾ ആലിമീങ്ങൾക്ക് ഏറ്റവും കൂടുതലായി പഴയ കാലങ്ങളിൽ നമ്മുടെ പൂർവികരായ ഇമാമീങ്ങൾ ഇൽമു പഠിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് തുടക്കം അവർ ഖുർആൻ മനഃപ്പാഠമാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി എന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിക്കാറുണ്ട്. എന്തിനധികം പറയണം, നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ വലിയ സേവനം അനുഷ്ഠിച്ച് ലോകം മുഴുക്കെ പരിശുദ്ധ ദീനിന്റെ ആശയം എത്തിച്ചു കൊടുക്കാൻ വലിയ ഭാഗ്യം ലഭിച്ച മഹാനായ സൈനുദ്ദീനിൽ മഅ്ബരി റളിയല്ലാഹു അൻഹും സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹും ഒക്കെ കുട്ടിക്കാലത്ത് ആദ്യം ചെയ്തിരുന്നത് ഖുർആൻ മനഃപ്പാഠമാക്കലാണ്. അതിനുശേഷമാണ് അവർ കൂടുതൽ വിശാലമായ അറിവുകൾ നേടിയത്. ഇനി നമ്മൾ ഏത് ഇമാമീങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുക, അവർ ഇത്ര വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി പിന്നീട് കൂടുതൽ പഠിക്കാൻ ഇന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു. അങ്ങനെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നത് ഒരു തികഞ്ഞ പണ്ഡിതന് ആവശ്യമായ അനിവാര്യമായ ഒരു വിഷയമാണ്. നമ്മുടെ കേരളം പലതുകൊണ്ടും വളരെ മുന്നിലാണ്. അൽഹംദുലില്ലാഹ് പല കാര്യത്തിലും മുന്നിലാണ്. പക്ഷേ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന വിഷയത്തിൽ എന്തോ കാരണത്താൽ ഒരു അല്പകാലം നമുക്ക് വേണ്ടതുപോലെ വികസിപ്പിക്കാനും വിജയിപ്പിക്കാനും കഴിയാതെ പോയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുൻഗാമികളായ വലിയ വലിയ ഇമാമീങ്ങളും ആലിമീങ്ങളും അവർ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടാണ് മറ്റ് ഇൽമ് പഠിക്കുന്നതിലേക്ക് കടന്നത് എന്ന് നമ്മൾ കാണുന്നു. പക്ഷേ പിൽക്കാലത്ത് നമ്മുടെ കേരളത്തിൽ ആ പരിപാടി വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് എന്നതാണ് ശരി. എൻ്റെ കുട്ടിക്കാലത്ത് ആകെ കേരളത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ പണ്ഡിതന്മാർ 2ഓ 3ഓ അല്ലെങ്കിൽ വിരലിൽ എണ്ണാവുന്നതോ മാത്രമേ എൻ്റെ അറിവിൽ ഉള്ളൂ.
അൽഹംദുലില്ലാഹ് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും നൽകട്ടെ. ഒരുപാട് വിഷയങ്ങളിൽ വലിയ സുന്ദരമായ വളരെ നല്ല മാറ്റങ്ങൾ വരുത്തി സമുദായത്തിനും സമുദായത്തിലെ മുതഅല്ലിമീങ്ങൾക്കും പണ്ഡിതന്മാർക്കും വലിയ പുരോഗതികൾ കൈവരിക്കാനുള്ള ചവിട്ടുപടികൾ നിർമ്മിച്ചു കൊടുത്ത മഹാനായ ശൈഖുന ഉസ്താദ് അവറുകൾ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന സ്ഥാപനം മർക്കസിൽ ആരംഭിച്ചു. അതിനുശേഷം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം ഖുർആൻ മനഃപ്പാഠമാക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായി. ഇപ്പോൾ ഈ സംസാരിക്കുന്ന എനിക്കടക്കം മനസ്സിൽ വളരെയേറെ ഖേദമുള്ള ഒരു വിഷയം, കുട്ടിക്കാലത്ത് ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലോ എന്നതാണ്. അതിന് ഭാഗ്യം ലഭിക്കുന്ന മക്കളെ കാണുമ്പോൾ വല്ലാത്ത സ്നേഹവും ആദരവുമാണ്. നമ്മൾ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിൽ അത് പൂർണ്ണമായും സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബറക്കത്ത് അത് എത്രയാണ് എന്ന് ആർക്കാണ് പറഞ്ഞു തീർക്കാൻ സാധിക്കുക? അൽഹംദുലില്ലാഹ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ ഉയർന്നു വരും. ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഒരുങ്ങിപ്പുറപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോട് വളരെ വിനയത്തോടെ പറയാനുള്ളത്, നമ്മളുടെ നാവ് കൊണ്ടാണ് നാം ഖുർആൻ മനഃപ്പാഠമാക്കുക. പാഠമാകേണ്ടത് മനസ്സിലാണ്, പക്ഷേ അത് ഓതുന്നത് നാവ് കൊണ്ടാണ്. അങ്ങനെയാണല്ലോ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത്. നമ്മളിവിടെ ഇങ്ങനെ കീബോർഡിൽ അടിക്കുമ്പോഴാണ്. നമ്മൾ ടെലിഫോൺ നമ്പർ കാണാതെ പഠിച്ചതും അതുപോലെ പലതും കാണാതെ പഠിച്ചത് നാവ് കൊണ്ട് കുറേ ആവർത്തിച്ച് പറഞ്ഞപ്പോഴാണ്. നാവും നമ്മുടെ മനസ്സും തമ്മിൽ വലിയ അഭേദ്യമായ ബന്ധമാണ്. നാവ് കൊണ്ട് ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം മനസ്സിൽ പാഠമായി നിൽക്കും. ഇതേപോലെ കാതും മനസ്സും തമ്മിൽ വലിയ ബന്ധമാണ്. നമ്മളെപ്പോഴും ഒരു വിഷയം കേട്ടാൽ അത് മനഃപ്പാഠം സ്വാഭാവികമാണ്. നബാത്തിയ ഖുതുബ എന്ന് പറയുന്ന ഇബ്നു നബാത്തത്തിൽ മിസ്രി റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ മുമ്പ് കാലത്ത് നടത്തിയിരുന്ന ഖുതുബയുണ്ട്. ആ ഖുതുബ നമ്മുടെ കേരളത്തിൽ പല പള്ളികളിലും അത് ഓതി വരാറുണ്ട്. കാരണം വളരെ ഹൃദയസ്പർക്കായ, വളരെ ഗാംഭീര്യമുള്ള, വളരെ ആത്മീയത തുളുമ്പുന്ന ഒരു ഖുതുബയാണ് ഇബ്നു നബാത്തത്തിൽ മിസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖുതുബ. അതുകൊണ്ടാണ് നമ്മുടെ പഴയകാല ആലിമീങ്ങൾ അത് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഏതായിരുന്നാലും ശരി, എൻ്റെ നാട്ടിൽ ഞാൻ ചെറിയ മുതഅല്ലിമായിരുന്ന കാലം മുതൽക്ക്, മദ്രസ വിദ്യാർത്ഥിയായ കാലം മുതൽക്ക് നബാത്തിയ ഖുതുബ ഓതുന്ന പള്ളിയിലാണ് ജുമഅക്ക് പങ്കെടുക്കുന്നത്. അവിടെ നിന്ന് രണ്ടാമത്തെ ഖുതുബ എല്ലാ ആഴ്ചയും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് രണ്ടാമത്തെ ഖുതുബ കേട്ട് മനഃപ്പാഠമായത് എൻ്റെ അനുഭവമാണ്. കേട്ടാൽ മനഃപ്പാഠമാകും. അപ്പോൾ കേൾവി എന്നതും മനഃപ്പാഠമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ്. കേൾക്കുക, ഓതുക. പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ ആയത്ത് തന്നെ ഇഖ്റ, ഓതുക. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച പടച്ചവന്റെ പേര് കൊണ്ട് ബറക്കത്തെടുത്തുകൊണ്ട് ഓതുക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. പിന്നെ മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പ്രാരംഭ രൂപത്തെ സംബന്ധിച്ച് ഖുർആൻ അവിടെ പറയാൻ. ഇഖ്റ, പിന്നെയും അല്ലാഹ് പറയാൻ ഓതുക. വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലമി അല്ലമൽ ഇൻസാന മാ ലം യഅലം. നിങ്ങളുടെ റബ്ബ് ഏറ്റവും മഹോന്നതനായ, ധാരാളമായി ഔദാര്യം ചെയ്യുന്ന റബ്ബാണ്. അവൻ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ്. ആകയാൽ
ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് അറിവ് നൽകാൻ ആവശ്യമായ വായനയും പഠനവും ഓത്തും എഴുത്തും എല്ലാം പ്രചോദനം നൽകിയാണ് ഖുർആനിൻ്റെ ആദ്യത്തെ ആയത്തിൻ്റെ ആ സൂക്തങ്ങൾ തന്നെ വന്നിട്ടുള്ളത്. ആ പരിശുദ്ധമായ ഖുർആനും മറ്റ് ഏത് ഇൽമും മനഃപ്പാടമാകാൻ നമ്മൾ നന്നായി നമ്മുടെ നാവ് കൊണ്ട് ഓതി പഠിക്കണം. അതിന് നല്ല ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. നന്നായി ഓതി പഠിക്കണം, അതിന് നല്ല ക്ഷമ വേണം. മറ്റൊന്ന് പറയാനുള്ളത്, ഈ ഖുർആൻ ഓതിപ്പടിക്കുന്ന നാവും വായയും തൊള്ളയും ചുണ്ടും അത് എപ്പോഴും വൃത്തിയോടെ സൂക്ഷിക്കണം. കാരണം ഖുർആൻ നാവ് കൊണ്ടിങ്ങനെ ഓതുകയാണ്, അല്ലെങ്കിൽ തൊള്ള കൊണ്ട് ഓതുകയാണെന്ന് അങ്ങനെയും വേണേൽ പറയാം, ചുണ്ട് കൊണ്ട് ഓതുകയാണെന്ന് വേണേൽ അങ്ങനെയും പറയാം. എല്ലാം ഉപയോഗപ്പെടുത്തിയാണല്ലോ നമ്മൾ ഓതുന്നത്. ഈ ഓതുന്ന ആ വായ അത് വളരെ ശുദ്ധമായി സൂക്ഷിക്കണം, നജസ് പുരട്ടരുത്. നിങ്ങളാരെങ്കിലും വായിൽ നജസാക്കോ? നജസ് ആരെങ്കിലും വായിലിടുവോ? ഇല്ലാന്ന് ഉറപ്പല്ലേ? ഞാൻ എന്ത് പറയാനാ? പക്ഷേ ഞാൻ പറഞ്ഞ നജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂത്രം, മലം, ഛർദിച്ചത് തുടങ്ങിയ നജസ് അല്ല. മറിച്ച് ഏറ്റവും വലിയ നജസാണ് കളവ്, ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ചീത്ത വിളിക്കൽ, കുറ്റം പറയൽ, അതുപോലെ അവമതിക്കൽ, നിസ്സാരപ്പെടുത്തൽ തുടങ്ങി മനുഷ്യനൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വാചകങ്ങൾ അതൊരിക്കലും എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ നാവിൽ നിന്നുണ്ടാകരുത്. നമ്മൾ ഖുർആൻ ഓതി പഠിക്കാൻ അപ്പം നമ്മുടെ നാവിലൂടെ മറ്റൊരുത്തൻ്റെ കുറ്റം പറയരുത്, കളവ് പറയരുത്. നമ്മുടെ നാവിലൂടെ നമ്മൾ അനാവശ്യം സംസാരിക്കരുത്. നമ്മൾ നാവിലൂടെ പറയുന്നതൊക്കെ ശുദ്ധമുള്ളതായിരിക്കണം. കാരണം ഈ നാവ് കൊണ്ടാണ് ഖുർആൻ ഓതാനുള്ളത്. ഖുർആൻ ഓതുന്ന നാവ്, ഖുർആൻ ഓതുന്ന വായ അതൊരിക്കലും വൃത്തികേടാക്കരുത്. നമ്മൾ അള്ളാഹു പൊരുത്തപ്പെട്ടെന്ന് മാത്രമേ പറയാം. കൂടുതൽ കൂടുതൽ മനസ്സും വായയും വൃത്തിയാകും അള്ളാഹുവിനെ ഓർക്കുന്ന വാചകങ്ങൾ പറയുമ്പോൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ അത് ഖൽബിനെയും നാവിനെയും ഒക്കെ ശുദ്ധീകരിക്കും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ നാവിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് സ്വലാത്ത് ചൊല്ലിയാൽ അത് നമ്മുടെ നാവിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ളതും പുണ്യമായതുമായ വിഷയങ്ങൾ മാത്രം നമ്മുടെ വായിലൂടെ പുറത്തു വരിക എന്നത് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ കാത്തു സൂക്ഷിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേപോലെ നമ്മുടെ ജീവിതം ഖുർആൻ വിരുദ്ധ ജീവിതമായി പോകരുത്. ഖുർആൻ വിരുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹറാമാക്കിയതൊന്നും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരരുത്. വളരെയേറെ ശ്രദ്ധിക്കണം. ഞാൻ ഇന്നലെ സിറാജുൽ ഹുദയിലെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിലെ ഉസ്താദുമാരെയും അതുപോലെ കോളേജ് ഓഫ് എക്സലൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഉസ്താദുമാരെയും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വലിയ പരീക്ഷണം നേരിടുന്നവരാണ്. കാരണം വളരെ വ്യക്തമാണ്. മദ്രസയിലെ ഉസ്താദുമാരോടും ഞാൻ ഒരാഴ്ച മുമ്പ് അതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. വലിയ പരീക്ഷണം നേരിടുന്നവരാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മദ്രസാ അധ്യാപകരോടാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതിന് കാരണം പറഞ്ഞത്, നിങ്ങൾ പലപ്പോഴും ധാരാളം അന്യസ്ത്രീകളായ ടീച്ചർമാരുടെ കൂടെ സ്കൂളിൽ സേവനം ചെയ്യേണ്ടി വരുന്നവരാണ്. അത് വലിയൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ പരാജയപ്പെടരുത്. മറിച്ച് ആവശ്യമുള്ളത് മാത്രം കാണുകയും നോക്കുകയും ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ പരീക്ഷണത്തിൽ വിജയം കൈവരിക്കണമെന്ന് മുഅല്ലിം സുഹൃത്തുക്കളോട് ഒരാഴ്ച മുമ്പ് പറഞ്ഞു. അതേപോലെ ഇന്നലെ ഞാൻ ഹിഫ്ദുൽ ഖുർആൻ കോളേജിലെയും കോളേജ് ഓഫ് എക്സലൻസിലെയും ഉസ്താദുമാരോട് പറയുമ്പോൾ പറഞ്ഞു, നിങ്ങളും വലിയ പരീക്ഷണം നേടുന്നവരാണ്.
കാരണം നിങ്ങളെടുക്കൽ പഠിക്കുന്ന കുട്ടികൾ അധികവും താടിയും മീശയും മുളക്കാത്ത ചെറിയ ഭംഗിയുള്ള കുട്ടികളായിരിക്കും. അത്തരം കുട്ടികളുടെ കൈപിടിക്കൽ ഹറാമാണ്, മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ്. അത്തരം കുട്ടികളെ മറയില്ലാതെ തൊടുന്നത് ഹറാമാണ്. ഞാൻ എൻ്റെ വകയിൽ പറയുകയല്ല, ശാഫിഈ മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബ് തുഹ്ഫത്തുൽ മുഹ്താജിൽ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ മറയില്ലാതെ തൊടൽ ഹറാം, മുസാഫഹത്ത് ചെയ്യൽ ഹറാം. കണ്ണുകൊണ്ട് അന്യ സ്ത്രീകളെ നോക്കൽ ഹറാമായതുപോലെ ഈ കുട്ടികളെ നോക്കൽ ഹറാമുണ്ടോ ഇല്ലേ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിക്കുന്നവർക്കും മനപ്പാഠമാക്കുന്നവർക്കും വേണ്ടി തന്നെ രചിച്ച തിബിയാൻ എന്ന ഒരു മഹത്തായ ഗ്രന്ഥമുണ്ട്. അതിൽ മഹാനവറുകൾ ആ ചർച്ച പറയുന്നുണ്ട്. ഏതായിരുന്നാലും പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി അത്തരം കുട്ടികളുടെ മുഖത്ത് നോക്കുന്നത് ഹറാമാണെന്ന് പറയാൻ വകുപ്പില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. പഠിപ്പിക്കണമെങ്കിൽ ചിലപ്പോൾ മുഖത്ത് നോക്കി പഠിപ്പിക്കേണ്ടി വരും, അത് സ്വാഭാവികമാണ്. എന്നാൽ ആവശ്യമില്ലെങ്കിൽ ആ നോട്ടവും ഹറാമാണെന്ന പക്ഷക്കാരനാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അത് ദുരുദ്ദേശപരമായി നോക്കിയാൽ മാത്രമേ ഹറാമാവുകയുള്ളൂ എന്ന അഭിപ്രായക്കാരാണ്. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ മുഹമ്മദ് ഇബ്നുൽ ഹസൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ കുട്ടി പഠിക്കാൻ വന്നു. ആ കുട്ടി നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ കുട്ടിക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഒരു തൂണിന്റെ ബേക്കിൽ ഇരുത്തി ക്ലാസ് എടുത്തു. നോക്കിപ്പോകണ്ട എന്ന നിലക്ക് തൂണിന്റെ ബേക്കിൽ ഇരുത്തി ക്ലാസ് എടുത്തു. കാലം കുറെ കഴിഞ്ഞു. ഒരു ദിവസം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് കുറെ ചീർപ്പുകൾ ഒരാൾ ഹദിയ കൊണ്ട് കൊടുത്തു. ചീർപ്പിന്റെ ആവശ്യമില്ലല്ലോ. ഉസ്താദിന് സാധാരണയായിട്ട് കുറെ മാങ്ങ ഒരാൾ കൊണ്ട് കൊടുത്താൽ തീർത്ത് ഉസ്താദ് തിന്നുക, കുറച്ചെല്ലാം കുട്ടികൾക്കും കൊടുക്കൂലേ. അതുപോലെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആവശ്യമുള്ള ചീർപ്പ് അവിടെ വെച്ച് ബാക്കിയുള്ളത് കുട്ടികൾക്ക് വിതരണം ചെയ്തു. അപ്പോ എല്ലാവർക്കും കൊടുത്തു. മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന് ചീർപ്പ് കിട്ടിയില്ല. അപ്പൊ ഒരു കുട്ടി പറഞ്ഞു മുഹമ്മദിന് കിട്ടിയിട്ടില്ല എന്ന് പറയണല്ലോ. കൂട്ടത്തിലുള്ള ഒരാൾക്ക് കിട്ടാൻ ഞാൻ പറയണം, മുഹമ്മദിന് കിട്ടിയിട്ടില്ല എന്ന്. അപ്പോ ആ മഹാനവർ ചോദിച്ചു, താടിയില്ലാത്തവനെന്തിനാണ് ചീർപ്പ്? അപ്പോൾ മറ്റുള്ള കുട്ടികൾ പറഞ്ഞു, മുഹമ്മദിന് താടി വന്നിട്ട് എത്രയോ കാലമായി, പക്ഷേ ഉസ്താദ് വിവരം അറിഞ്ഞിട്ടില്ല. അവരുടെ ഒരു സൂക്ഷ്മത നോക്ക് നിങ്ങൾ. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അത്രയും സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ഇൽമ് പ്രചരിപ്പിച്ചത്. അപ്പോൾ സാധാരണയായി ദർസ് തുടങ്ങുന്ന സമയത്ത് ഹിഫ്ളുൽ ഖുർആനും കോളേജ് ഓഫ് എക്സലൻസ് ഒക്കെ തുടങ്ങുമ്പോൾ പ്രത്യേകിച്ചു ഞാൻ കുട്ടികളോടും പറയാറുണ്ട്, ഉസ്താദുമാരോടും പറയാറുണ്ട്, ഒരൊറ്റ കുട്ടിയും ഉസ്താദിന്റെ റൂമിൽ ഒറ്റക്ക് പോകാൻ പാടില്ല. പോകുന്ന സമയത്ത് ഒരാളും കൂടി ഉണ്ടാകണം. ഒറ്റക്ക് പോകാൻ പാടില്ല, പോകുമ്പോൾ ഒരാളും കൂടി ഉണ്ടാകണം. അതെന്തിനാണ്? ഉസ്താദിന്റെ സംരക്ഷണത്തിനാണ്. കാരണം എൻ്റെ അനുഭവത്തിൽ കുറച്ചു കാലമായി പല സ്ഥാപനങ്ങളിലും ഇടപെടാറുണ്ട്. എൻ്റെ അനുഭവത്തിൽ പലപ്പോഴും ഏതെങ്കിലും ഒരു കുട്ടി ഒരു തെറ്റായ കാര്യം പ്രവർത്തിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പഠിക്കാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അറ്റൻഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റൊരു വിദ്യാർത്ഥിയെ ആക്രമിച്ചതിൻ്റെ പേരിൽ ഒരു ഉസ്താദ് ആ കുട്ടിയെ ഒന്ന് മിഴിച്ച് ഒരൽപ്പം കടുപ്പത്തിൽ സംസാരിച്ചാൽ പഴയ കാലത്തൊക്കെയുള്ള മുതഅല്ലിമീങ്ങൾ അത് പൂർണ്ണമായി ഉൾക്കൊണ്ട് ഉസ്താദിന്റെ മുമ്പിൽ പൊട്ടിക്കരയും. ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു ആഹൃസമാനാണ്. ഇപ്പൊ ചിലപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും? അങ്ങനെ തന്നെ വീട്ടിൽ പോയിട്ട് പറയും. നിങ്ങളിവിടെ ഒന്നും അങ്ങനത്തെ വീട്ടുകാരും അതുപോലെ കുട്ടികളും രക്ഷിതാക്കളൊന്നും ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. അതുണ്ടോ ഇല്ലോ എന്ന് ഇപ്പം എനിക്ക് പരിശോധിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ വീട്ടിൽ പോയി പറഞ്ഞാൽ ചിലപ്പോൾ ഈ കുട്ടി തൽക്കാലം ഇനി പോകാൻ കഴിയൂല,
അതിന് എന്താ വഴി എന്ന് അതിനൊരു വിളവ് പാസ്സാക്കാൻ തുടങ്ങി ഞങ്ങളുടെ നാട്ടിൽ. അതിനൊരു യുക്തി പാസ്സാക്കാൻ വേണ്ടി ചിലപ്പോൾ ഉസ്താദിൻ്റെ പേരിൽ ഇല്ലാത്ത ആരോപണം പറയും. ഉസ്താദ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയും. അപ്പോൾ പിന്നെ ഈ ഉസ്താദിനെ എല്ലാവരും തെറ്റിദ്ധരിക്കും. രക്ഷിതാവ് തെറ്റിദ്ധരിച്ചു, കുട്ടികൾ തെറ്റിദ്ധരിച്ചു, നാട്ടുകാർ തെറ്റിദ്ധരിച്ചു, സ്ഥാപനം തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായി. വാസ്തവത്തിൽ ഈ ചെറിയ കുട്ടി പറഞ്ഞ ഒരു കളവായിരിക്കും അത്. അങ്ങനെ ഒരു കളവ് പറയാനുള്ള ഒരു ചാൻസ് കുട്ടികൾക്ക് കൊടുക്കരുത്. അതിനാണ് ഞാൻ ഉസ്താദുമാരോട് പറഞ്ഞത്, നിങ്ങളെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. നിങ്ങൾ ഒരിക്കലും ഒരു കുട്ടിയെയും റൂമിൽ ഒറ്റക്ക് വരാൻ അനുവദിക്കരുത്. 2 ആൾ വരണം. എന്ത് സംശയം ചോദിക്കാനാണെങ്കിലും വേറെ എന്ത് ആവശ്യത്തിനാണെങ്കിലും വരുമ്പോൾ 2 ആൾ വരണം. അങ്ങനെ ആയാൽ പിന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ഒരു ഉസ്താദിനെ സംബന്ധിച്ചും കുട്ടിക്ക് പറയാനുള്ള അവസരം ഉണ്ടാവില്ല. അതിന് സുരക്ഷിതത്വത്തിന് അത് ആവശ്യമാണ്. ഇതുപോലെ കുട്ടികൾ അവർ ഉസ്താദുമാരോട് വലിയ അദബ് കാണിക്കണം, ഇല്ലെങ്കിൽ ഇൽമ കിട്ടൂല. ഇൽമിന്റെ ഏറ്റവും വലിയ ഒരു നിബന്ധന തന്നെ അദബാണ്. അദബ്, അലിഫ് ദാല് ബാ 3 അക്ഷരാണ്. അത് അലിഫ് ദാല് ബാ അദബ്, അത് ബദ്ഇലേ ഉണ്ടാകണം. അതും അതേ 3 അക്ഷരം തന്നെയാണ്. ബാ ദാല് ഹംസ് ബദ് ഇങ്ങനെ തുടക്കത്തിലേ അദബ് ഉണ്ടാകണം. തുടക്കത്തിലേ ഉണ്ടായാൽ പോരാ, അത് ദഇബായി മാറണം. ദഇബ് എന്ന് പറഞ്ഞാൽ അതും അതേ 3 അക്ഷരം തന്നെയാണ്. ദഇബായി മാറണം, പതിവായി മാറണം. എവിടെയും അദബ് പതിവായി മാറണം. അങ്ങനെ പതിവായി മാറിയാൽ മാത്രം പോരാ, അത് അബദൻ, അതും അതേ 3 അക്ഷരം തന്നെയാണ്. അബദൻ, എന്നും നിലനിൽക്കണം. അങ്ങനെ പഠനം മുതൽക്ക് മരിക്കുന്നത് വരെ അദബ് പാലിക്കാൻ സാധിക്കണം. എന്നാലേ മനുഷ്യന് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ നല്ല അദബ് നമ്മൾ ഓതുന്ന കിതാബുകളോട്, മുസ്ഹഫിനോട് പിന്നെ പറയേണ്ടതില്ലല്ലോ, ഒതുമില്ലാതെ തൊടാൻ തന്നെ പറ്റാത്ത സാധനമല്ലേ മുസ്ഹഫ്. അപ്പം മുസ്ഹഫിനോട്, പഠിപ്പിക്കുന്ന ഉസ്താദിനോട്, പഠിക്കുന്ന സ്ഥാപനത്തോട്, നമ്മൾ താമസിക്കുകയോ ഓതുകയോ ചെയ്യുന്ന പള്ളിയോട്, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളോടും അദബ് കാണിക്കണം. അദബ് എന്ന് പറയുന്നത്, ഇതിൽ മുതിർന്ന കുട്ടികൾ ബേക്കിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാവും. അവർ ആദാബുൽ ഖലാ പഠിച്ചിട്ടുണ്ടാവും. അതായത് ടോയ്ലറ്റിൻ്റെ അദബുകൾ. ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ എത്തിക്കാതിരിക്കാൻ പറ്റിയ സ്ഥലമൊന്നുമല്ലല്ലോ. അതിനുണ്ട് അദബ്, ആദാബുൽ ഖലാ, ടോയ്ലറ്റിൻ്റെ അദബുകൾ. അപ്പോൾ ഓരോന്നും ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യുന്നതിനാണ് അദബ് എന്ന് പറയും. ടോയ്ലറ്റ് കയറുമ്പോൾ ഇടത്തെ കാലത്ത് വെച്ച് കയറണം. അങ്ങനെ തുടങ്ങിയിട്ട് കുറേ സംഗതികൾ ഉണ്ടല്ലോ. അപ്പോൾ ഓരോന്നിനും അദബുണ്ട്. അതുപോലെ നമ്മൾ മുസ്ഹഫ് പിടിക്കുമ്പോൾ വളരെ അദബോടെ ഉയർത്തിപ്പിടിക്കണം. സാധാരണ ടെക്സ്റ്റ് ബുക്ക് പിടിക്കും പോലെ താഴ്ത്തി പിടിക്കാൻ പാടില്ല. മുസ്ഹഫ് ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ വെറും കേവലം നിലത്ത് വെക്കാൻ പാടില്ല. അതിൻ്റെ മുന്നേ എന്തെങ്കിലും ടവലോ എന്തെങ്കിലും വിരിച്ചിട്ടല്ലാതെ കഴിയുന്നതും നമ്മെക്കാൾ ഉയർന്ന ഒരു സ്ഥലത്താണ് നമ്മൾ മുസ്ഹഫ് വെക്കേണ്ടത്, കിതാബ് വെക്കേണ്ടത്. ഒക്കെ വലിയ അദബാണ്. അങ്ങനെ അദബോടുകൂടി പഠിക്കുമ്പോഴാണ് നമ്മുടെ പഠനത്തിന് ബറക്കത്തുണ്ടാകുന്നതും നമുക്ക് എപ്പോഴും സത്യത്തിൻ്റെ പിന്നാലെ ചലിക്കാൻ സാധിക്കുന്നു. ഇല്ലെങ്കിൽ പഠിച്ചതുകൊണ്ടും ബിരുദെടുത്തുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല. കുറച്ച് അങ്ങോട്ടെത്തും ഇങ്ങനെ നശിച്ചു പോകും. മഹാനായ പുല്ലൂക്കര ഉസ്താദ് ഞങ്ങൾ മുതഅല്ലിമായിരുന്ന കാലത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ചക്ക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇവിടെ ഇല്ലേ, ചക്ക. ഈ ചക്ക എന്ന് പറയുന്ന സാധനം അത് ചിലപ്പോൾ കേടുവരും. അപ്പം നമ്മളതിന് കെട്ട ചക്ക എന്നാ പറയാം, കേടുവന്ന ചക്ക. പക്ഷേ ആ ചക്ക മുറിച്ച് നോക്കിയാൽ അതിൽ കുറച്ച് ഭാഗമൊക്കെ നമുക്ക് ഉപയോഗിക്കാനും തിന്നാനൊക്കെ പറ്റുന്നത് കിട്ടിയെന്ന് വരും. കെട്ട ചക്ക മുറിച്ചാൽ കുറച്ചൊക്കെ തിന്നാനുണ്ടാവും. എന്നാൽ വേറൊരു സാധനമുണ്ട്, അതിൻ്റെ പേര് മുട്ട. മുട്ട കെട്ടാലോ പിന്നെ ആ സാധനം അടുത്തൊന്നും വെക്കാൻ തന്നെ പറ്റൂല. ഇതുപോലെയാണ് ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞതാ, സാധാരണക്കാർക്ക് കുറച്ചൊക്കെ പിഴവ് പറ്റിയാൽ അത് ചക്ക കെട്ടതുപോലെയാണ്, പിന്നെയും കുറച്ച് ഗുണം അവരിൽ ബാക്കിയുണ്ടാവും. അതേസമയത്ത് മുസ്ലിംമാർ വെടക്കായാൽ അത് മുട്ട കെട്ടത് മാതിരിയാണ്, പിന്നെ ബൈക്ക് പോകാൻ പറ്റൂല. നമ്മളിപ്പോൾ കേരളം ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഞാനീ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് നമ്മൾ കേടുവരുന്നവരാകരുത്. നമ്മൾ സുരക്ഷിതമായി
ഖൈറായ വഴിയിൽ തന്നെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഹക്കിൻ്റെ പിന്നാലെ തന്നെ കൂടാൻ കഴിയണം. ഹക്കിലായി ജീവിക്കണം, ഹക്കിലായി മരിക്കണം. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല അദബോടുകൂടി ഇൽമു പഠിക്കാനുള്ള സർവ നിലക്കുള്ള ഭാഗ്യവും തൗഫീഖും നിങ്ങൾക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. എൻ്റെ ചെറിയ മക്കൾ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആനിൽ പഠിക്കാൻ വേണ്ടി ഇവിടെ വന്ന് പുതുതായി ചേരുന്ന മക്കളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ടെ. പുതുതായിട്ട് വന്നവരൊക്കെ അതെ, അങ്ങനെ പുതിയ കുട്ടികൾ ഹിഫ്ളിൻ്റെ ഇല്ലേ? അതെന്താണ്? ആ ഓ അത് പ്രകാശനം ചെയ്യണം അല്ലേ? പ്രകാശിപ്പിക്കാം. ഓക്കെ, കുഞ്ഞാജി ഒന്ന് ഇങ്ങോട്ട് വന്നാലേ ഇതൊന്നും നിങ്ങൾക്ക് തന്ന് പ്രകാശിപ്പിക്കണം എന്ന് അവർ പറഞ്ഞു. ഇതിലെന്താ ഉള്ളത്? ഹിഫ്ളിൻ്റെ ആ ഓ ഓക്കെ ഓ അൽഹംദുലില്ലാ. ഓക്കെ, ഓരോ മർഹലയൊക്കെ വിശദീകരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ. അല്ലാഹു ബറകത്ത് ചെയ്യട്ടെ. ഖുദിൽ അംറ ബിത്തദ്ബീർ എന്നാണ്. എല്ലാറ്റിനും ശിഷ്ടം വേണം. ഇനി പൈസ ഒന്നും വേണ്ട, നിങ്ങൾ വാങ്ങിയാൽ മതി. പൈസ നിങ്ങൾ വേറെ കൊടുത്തോളി നല്ലോണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അക്ബർ. ഓക്കെ, ഇതാ സ്ഥാപനത്തിലേക്ക് സംഭാവന. ഇരുന്നോളി. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ശ്രദ്ധ മുഴുവനും പഠനത്തിലായിരിക്കണം. നമ്മളുടെ സമയം പൂർണ്ണമായി ഇൽമിന് കൊടുത്താൽ കുറച്ച് ഇൽമി നമുക്ക് കിട്ടും. സമയം പൂർണ്ണമായി ഇൽമിന് അങ്ങോട്ട് കൊടുക്കണം, എന്നാലേ കുറച്ച് ഇൽമി നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ അടുത്തൊരു പുഴ ഉണ്ടല്ലോ അല്ലേ? ചാലിയാർ പുഴയിൽ വൈകുന്നേരം ഇശാവ് നിസ്കരിച്ച് പുഴയിൽ ഇറങ്ങിയിട്ട് മീൻ പിടിക്കുന്നതിലെ ആൾക്കാർ ഏകദേശം നേരം വെളുക്കുന്നവരെ മീൻ പിടിച്ചാൽ എത്ര മീൻ കിട്ടും? കുറച്ച് മീൻ കിട്ടും അല്ലേ? കടലിൽ പോയിട്ട് മീൻ പിടിക്കുന്നവരുണ്ട്. കടലിലുള്ള മീനൊക്കെ ഒരു ദിവസം കൊണ്ട് പിടിച്ച് വരാൻ കഴിയുമോ? ഇല്ല, കുറച്ച് മീൻ കിട്ടും. ഇതുപോലെ നമ്മളെ സമയം തീർത്തും നമ്മുടെ ഇൽമിന് കൊടുത്താൽ കുറച്ച് ഇൽമ കിട്ടും. ഒരു ദിവസം കുറച്ച് കിട്ടി, പിറ്റേന്ന് വേറൊന്ന് കുറച്ച് കിട്ടി, പിറ്റേന്ന് വേറെ കിട്ടി. ഇങ്ങനെ പരിശ്രമിച്ച് പഠിക്കുമ്പോഴാണ് നമുക്കൊരു പണ്ഡിതനാകാൻ കഴിയുക. പണ്ഡിതനായാൽ അതിൻ്റെ ഒരു മഹത്വം ആർക്കാ പറഞ്ഞു തീർക്കാൻ കഴിയാം? ഞാനിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പുല്ലൂക്കർ ഉസ്താദിനെ സംബന്ധിച്ച് പറഞ്ഞു, അല്ലാഹു അടുത്ത ഖബറിൽ ദർജ കൊടുക്കട്ടെ. ഞാനൊരു ഇൽമു പറയുമ്പോൾ എന്നെ പഠിപ്പിച്ച ഉസ്താദിന് അതിൻ്റെ പ്രതിഫലം കിട്ടുന്നു. ഞാൻ 2-3 ദിവസം മുമ്പ് തുടക്കത്തിൽ ദുൽഹജ്ജ് തുടക്കം മഗ്രിബിനൊരു പള്ളി പങ്കെടുത്തു. ജമാഅത്ത് കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് പോകുമ്പോൾ ആ മുസ്ലിയാർ മിമ്പറിൽ ഇരുന്നിട്ട് ഒരു ചെറിയ പ്രസംഗം നടത്തി. മിമ്പറിലെ മെഹ്റാബിൽ ഇരുന്നിട്ട് ഒരു ചെറിയ പ്രസംഗം നടത്തി. ആകെ 2 വാക്ക്. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഇന്നു മുതൽ ദുൽഹജ്ജ് തുടങ്ങാൻ എല്ലാ ദിവസവും വൽ ഫജ്രി സൂറത്ത് ഓതൽ സുന്നത്താണ്. എല്ലാവരും എല്ലാ ദിവസവും വൽ ഫജ്രി സൂറത്ത് ഓതണം. ഇന്നു മുതൽ എവിടെ കന്നുകാലികളിൽപ്പെട്ട ജീവിയെ, പശു, ആട്, ഒട്ടകം, ആ വർഗത്തിൽപ്പെട്ട ജീവിയെ കണ്ടാൽ എന്ന് അദ്ദേഹം പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, കേട്ടാൽ ഇതും കൂടി നിങ്ങൾ കൂട്ടിച്ചേർത്തോളി. കണ്ടാലും അതിൻ്റെ ശബ്ദം കേട്ടാലും അല്ലാഹു അക്ബർ എന്ന് പറയൽ സുന്നത്തുണ്ട്. ഇതിന് വലിയ പണിയുണ്ടോ? അയാൾ അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞ്. പക്ഷേ അത് കേട്ടിട്ട് എത്ര ആളുകളായിരിക്കും വൽ ഫജ്ർ സൂറത്ത് ഓതുക? എത്ര ആളായിരിക്കും അല്ലാഹു അക്ബർ എന്ന് പറയാം? ഇനിയോ നമ്മൾ ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ്. 8-നും 9-നും വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. 9ന്റെ നോമ്പ് അത് കഴിഞ്ഞ ഒരു കൊല്ലത്തെ ദോഷവും അടുത്ത ഒരു കൊല്ലത്തെ ദോഷവും പൊറുപ്പിക്കുന്നതാണ്. അത്ര വലിയ മഹത്വമാണ്. ദുൽഹജ്ജ് 9 ഇവിടെ എപ്പോഴാണോ അപ്പോഴാണ് ഇവിടുത്തെ ദുൽഹജ്ജ് 9ന്റെ നോമ്പ്. പിന്നെ അറഫയിൽ പങ്കെടുക്കുന്ന ഹാജിമാർക്ക് നോമ്പ് സുന്നത്തില്ല, അതുകൊണ്ട് പിന്നെ അത് പറയേണ്ടിയുമില്ല. ഓരോ നാട്ടിലും എപ്പോഴാണോ അപ്പോഴാണ് ദുൽഹജ്ജ് 9ന്റെ നോമ്പ്. പക്ഷേ ഈ കൊല്ലം ഒന്നുകൂടി ഉണ്ട്. ദുൽഹജ്ജ് 8ന്റെ നോമ്പിന് എന്തായാലും വലിയ പുണ്യമുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. യൗമു തർവിയത്തിൻ്റെ നോമ്പ് എന്നതിന് പറയാം.
അതിൻ്റെ പുറമെ അത് വ്യാഴാഴ്ചയും കൂടിയാണ്. നാളെ വ്യാഴാഴ്ച പ്രത്യേകം നോമ്പ് സുന്നത്തുള്ള ദിവസമാണ്. അതിൻ്റെയും പുറമെ അറഫയിൽ ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസവും കൂടിയാണ് നാളെ. അപ്പോൾ നാളത്തെ നോമ്പിന് വലിയ പ്രത്യേകതയുണ്ട്. അറഫ നോമ്പിനോട് തൊട്ടുള്ള ഒരു നോമ്പാണ്. അറഫ നോമ്പ് 9-നാണ്. പിന്നെ പറയേണ്ടതില്ല. മക്കത്ത് നോമ്പ് വെക്കുമ്പോൾ തന്നെ ഇവിടെ നോമ്പ് വെക്കാൻ എന്തായാലും കഴിയില്ല. കാരണം മക്കയിൽ സുബിയാകുന്നത് നമ്മളിവിടെ സുബിയായിട്ട് 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും. പിന്നെ അവിടെയുള്ള സമയത്ത് ഇവിടെ നോമ്പെടുക്കാൻ കഴിയുമോ? അതൊരിക്കലും കഴിയില്ല. അത് ഉറപ്പ് തന്നെയാണ്. ഓരോ സ്ഥലത്തും അതിൻ്റെ സമയവും സന്ദർഭവും അനുസരിച്ചാണ് കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. അപ്പോൾ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അമലുകൾ ചെയ്യുന്നവരും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും തെറ്റുകളിൽ നിന്ന് മുക്തമായി ജീവിക്കുന്നവരുമായി തഖ്വയോടുകൂടെ നമ്മൾ ഇൽമു പഠിച്ചാൽ ഇത്തഖുല്ലാഹ് വയുഅല്ലിമുക്കുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്തോളൂ, അള്ളാഹു നിങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തരും എന്നാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. നമ്മൾ തഖ്വയോടെ ജീവിക്കുമ്പോൾ ഇൽമു അള്ളാഹു താനേ തരും. നമുക്ക് താനേ ഇൽമു കിട്ടും. നല്ല തഖ്വയോടുകൂടെ ജീവിക്കണം. ഉസ്താദുമാർ നല്ല തഖ്വയുള്ള മുത്തഖീങ്ങളായ ഉസ്താദുമാരാകുമ്പോൾ ശിഷ്യന്മാർക്ക് ഉസ്താദുമാരുടെ മനസ്സിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് അതുകൊണ്ട് പറയാതെ ഇൽമു കിട്ടും. അപ്പോൾ ഇപ്പോൾ പറയാൻ സമയം ഇല്ല. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നാഫിആയ ഇൽമു ഏറ്റിത്തരുമാറാകട്ടെ. ഇവിടെ ആരംഭിച്ച ഈ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ ഉയരങ്ങളിലായി ഉയർത്തിക്കൊണ്ടുപോയി ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനും ഇൽമു പഠിക്കാനുമുള്ള ഒരു വലിയ സംരംഭമായി അല്ലാഹു തആല ഉയർത്തി വളർത്തി നിലനിർത്തി തരുമാറാകട്ടെ. നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉസ്താദുമാർക്കും അതേപോലെ ഈ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്ന സഹായങ്ങൾ നൽകുന്ന നാട്ടുകാരും അതുപോലെ വിദേശത്തുള്ളവരും ഇത് നടത്തിക്കൊണ്ടുപോകുന്ന കമ്മിറ്റിയും എല്ലാവർക്കും അല്ലാഹു തആല ദുനിയാവും ആഖിറവും വിജയിപ്പിച്ച് തരുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. ഇന്ന് വരുന്ന ഈ കുട്ടികൾക്ക് ഒരു ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കുഞ്ഞുഹാജിയും കുഞ്ഞുഹാജിൻ്റെ ജ്യേഷ്ഠൻ്റെ മോന് ഫാരിസ് ബാവ രണ്ടുപേരും കൂടെ ഇവർക്ക് ആവശ്യമായ ഭക്ഷണമൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. പ്രത്യേക ദുആയിൽ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. അതുപോലെ വൈപ്പി മുഹമ്മദ് അലി ഹാജി സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള എല്ലാവരും ഉൾപ്പെടുത്തി വരക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും അല്ലാഹു പൊരുത്തപ്പെട്ടവരിൽ പെടുത്തി തരട്ടെ. ആമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ووفقنا للتعلم والتعليم ولخدمة دينك الإسلام لوجهك الكريم مع الصحة والعافية والسلامة. اللهم بارك لنا في هذه البداية يا رب العالمين. اللهم بارك لنا في جميع طلبتنا. اللهم اشرح صدورنا وصدورهم. اللهم اشرح صدورنا وصدورهم. اللهم اشرح صدورنا وصدورهم. اللهم اجعلنا وإياهم هادين مهتدين غير ضالين ولا مضلين. سلما لأوليائك وعدوا لأعدائك. نحب بحبك من أحبك ونعادي بعداوتك من خالفك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അല്ലാഹുവേ, ഈ മുതഅല്ലിമീങ്ങൾക്കും ഇവിടെ വന്നവർക്കുമൊക്കെ ഭക്ഷണം സംഘടിപ്പിച്ചവർ, കൊടുത്തവർ, അതുപോലെ ഇനിയും ഈ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവർ, ഉസ്താദുമാർക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുന്നവർ, എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും സ്വർഗത്തിൽ നിന്നുള്ള ഭക്ഷണവും നൽകണം റഹ്മാൻ. ചെയ്യുന്ന ബിസിനസ്സുകളിലും ജോലികളിലും യാത്രകളിലും പഠനങ്ങളിലും അധ്യാപനങ്ങളിലും ഭാര്യമാരിലും സന്താനങ്ങളിലും ശരീരത്തിലും മനസ്സിലും കുടുംബത്തിലും എല്ലാം നീ ഖൈർ വർദ്ധിപ്പിക്കണം റഹ്മാൻ. സർവ്വ ശർറുകളും മുസീബത്തുകളും നീ കാക്കണം റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരന്മാർ, സഹോദരിമാർ, മുസ്ലിം ഉമ്മത്തിലുള്ള അംഗങ്ങൾ നിന്റെ ദർബാറിലേക്ക് കഅബ ശരീഫിൻ്റെ അടുക്കലേക്ക് വന്ന് അവർ മിനയിലേക്ക് പോയി അറഫയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ഒരു സമയത്താണ് സാധുക്കളായ ഞങ്ങൾ നിന്റെ പരിശുദ്ധ ഖുർആനിൻ്റെ ഖിദ്മത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞങ്ങളുടെ ഈ പ്രവർത്തനം നീ ഖബൂൽ ചെയ്യണം റഹ്മാൻ. ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, എല്ലാ മശായിറിൻ്റെയും ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്ക് ഈമാനും തഖ്വയും ഏറ്റിത്തരണം റഹ്മാനെ. നാഫിആയ ഇൽമ് ഏറ്റിത്തരണം റഹ്മാൻ. ഹിദായത്തിൻ്റെ വഴിയിൽ ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തി അവസാനം കാമിലായ ഈമാനോടെ മരിപ്പിക്കണം റഹ്മാൻ.
ഞങ്ങൾക്കും ഞങ്ങളെ മുതഅല്ലിമീങ്ങൾക്കും നീ നാഫിയായ ഇൽമു വർദ്ധിപ്പിച്ചു തരണം റഹ്മാൻ. ഞങ്ങളെ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് വിദേശത്തും നാട്ടിലും സഹായിച്ച ആരുണ്ടോ അവരെല്ലാം നീ സഹായിക്കണം റഹ്മാനെ. ഞങ്ങൾ പോകുന്ന വഴികളിലെല്ലാം നീ ഫതഹ് ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, സർവ്വ മുസീബത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും ഫൈനുകളിൽ നിന്നും എല്ലാ വിഷമങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും സർവ്വ മുഅ്മിനീങ്ങളെയും നീ കാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം ഹജ്ജും ഉംറയും സിയാറത്തും ജീവിതത്തിൽ പലതവണ ചെയ്യാൻ തൗഫീഖ് തരണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഹജ്ജിന് പോയവർ പലരും ദുആ ചെയ്യാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തവരുണ്ട്. അതിൽ രോഗമുള്ളവരുണ്ട്, പ്രയാസമുള്ളവരുണ്ട്, പ്രായമുള്ളവരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. എല്ലാവർക്കും നീ ആരോഗ്യത്തോടെ സർവ്വ അമലും എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. എല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. അവരെ എല്ലാവരെയും അവരവരുടെ നാടുകളിൽ നീ ആരോഗ്യത്തോടെ തിരിച്ചെത്തിക്കണം റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم.